ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിന് വേദപുസ്തകം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നും അത് എന്തുകൊണ്ടാണെന്നും ഉള്ള കാര്യമാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് നിന്ന് എല്ലാ മനുഷ്യരും ശരീരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. ശരീരത്തെ ഭക്ഷണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യം കൊണ്ടും അതുപോലെ നല്ല മോടിയായി വസ്ത്രം ധരിച്ചും അങ്ങനെ ശരീരത്തെ വളരെ മനോഹരമാക്കി കൊണ്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും തന്നെ. അല്ലെങ്കിൽ ആ ലോകത്തിലെ മനുഷ്യരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓരോ ആവശ്യങ്ങളും ശരീരത്തോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ശാരീരികമായ ആവശ്യങ്ങളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ശരീരത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്നേരം അവരുടെ ആത്മാവിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് മനുഷ്യന് ആത്മാവുണ്ട്, അവൻ ആത്മജീവിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ആത്മാവിന് അത്ര പ്രാധാന്യം കൊടുക്കാതെ ശരീരത്തിനും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ വേദപുസ്തക പ്രകാരം നാം ആത്മാവിന് പ്രാധാന്യം കൊടുക്കുകയും ശരീരത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം വിശ്വാസികൾ, ദൈവഭക്തന്മാർ, അവരെല്ലാവരും ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം മനുഷ്യൻ ഒരു ദിവസം മരിക്കും. മരണശേഷം മനുഷ്യൻ്റെ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോവും. അപ്പോൾ ദൈവത്തോടുള്ള ഒത്തുള്ള ആ വാസത്തിനു വേണ്ടി ആത്മാവുള്ളത് കൊണ്ട് മനുഷ്യൻ മരണശേഷം ആത്മാവ് മനുഷ്യനിൽ നിന്ന് വേർപെട്ട് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ആ വിശ്വാസം കൊണ്ടാണ് വിശ്വാസികൾ അനേകരും ശരീരത്തെക്കാൾ അധികം ആത്മാവിന് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ ഉള്ളതുപോലെ തന്നെ പ്രാധാന്യം ശരീരത്തിനും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വേദപുസ്തകം നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത വേദപുസ്തകം നൽകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് വേദപുസ്തകം ശരീരത്തിന് നൽകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. അപ്പോൾ വേദപുസ്തകം പറയുന്നത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണും കൊണ്ട് രൂപമുണ്ടാക്കി ആ രൂപത്തിലേക്ക് ദൈവം ശ്വാസമൂതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരംശം ആ രൂപത്തിലേക്ക് പകർന്നപ്പോൾ അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവാംശമുള്ള മനുഷ്യനാണ്. ആ ദൈവാംശത്തെ നമ്മൾ ആത്മാവെന്ന് പറയും, അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ രൂപത്തിലേക്ക് ദൈവം പകർന്ന ദൈവാംശം, ആ ദൈവാംശത്തെ നമ്മൾ ആത്മാവെന്ന് പറയും. അപ്പോൾ ആത്മാവിനെ വസിക്കുവാനുള്ള അല്ലെങ്കിൽ വഹിക്കുവാനുള്ള ഒരു പാത്രമായിട്ടാണ് മനുഷ്യന് ശരീരമുള്ളത്. അപ്പോൾ ആ ദൈവം സൃഷ്ടിച്ച ആ ശരീരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ശരീരത്തിന് മരണവുമില്ലായിരുന്നു, അതിന് ദ്രവത്വവുമില്ലായിരുന്നു. മാത്രമല്ല അതിന് ഒരു പ്രത്യേക ദൈവീകമായ ഒരു തേജസ് കൊണ്ട് അത് അലങ്കൃതവുമായിരുന്നു. അതുകൊണ്ട് ആ ശരീരത്തിന് വസ്ത്രം ധരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ദൈവ തേജസ് കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടും സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യന്
മരണമില്ലായിരുന്നു, ദ്രവത്വമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് ജീർണതയില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അതായത് ദൈവത്തോടുള്ള അനുസരണക്കേട് മുഖാന്തരം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ധിക്കാരം മുഖാന്തരം, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാതിരുന്നത് മുഖാന്തരം അവൻ പാവിയായിത്തീർന്നു എന്ന് വേദവസ്തം പറയുന്നു. അപ്പൊ പാവിയായിത്തീർന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവന് നൽകിയ ആ തേജസ് അവന് നഷ്ടമാവുകയും ദൈവത്തോട് പ്രതികരിക്കുവാനുള്ള കഴിവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശം അവനിലേക്ക് പകർന്ന ദൈവാംശം നിർജീവമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ആത്മാവിൽ അവൻ മരിച്ചു എന്നുള്ളതാണ്. അവന് ദൈവവുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുവാൻ ദൈവം നൽകിയ ദൈവാംശമാണ് ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിൽ മനുഷ്യൻ, ആത്മജീവിയായ മനുഷ്യൻ ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് മനുഷ്യർ മാത്രമേ ദേവാലയങ്ങളിൽ പോകുന്നുള്ളൂ. മൃഗങ്ങളൊന്നും ദേവാലയങ്ങളിൽ പോകുന്നില്ല. അതിൻ്റെ കാരണം മൃഗങ്ങൾക്ക് ദൈവവിചാരവുമില്ല, ആത്മാവും ഇല്ല എന്നുള്ളതാണ്. മനുഷ്യർക്ക് ആത്മാവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനെ നൽകിയ ദൈവത്തെക്കുറിച്ച് അവന് വിചാരവുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ ദേവാലയം പണിയുന്നു, ദൈവങ്ങൾക്ക് രൂപം ഉണ്ടാക്കുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുന്നു. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവന് ദൈവബോധമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, പാപിയായി തീർന്നപ്പോൾ അവനിൽ തേജസ് നഷ്ടമാവുകയും അവന് വസ്ത്രം ധരിക്കുവാൻ തക്കവണ്ണം നാണമുണ്ടാവുകയും അവൻ്റെ ശരീരം ദ്രവത്വമുള്ളതായി തീരുകയും അല്ലെങ്കിൽ നശിക്കുവാൻ തക്ക പ്രകൃതിയുള്ളതായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തേജസ് നഷ്ടപ്പെട്ട് ദ്രവത്വമുള്ള ഒരു ശരീരമായി അവൻ്റെ ശരീരം മാറി എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അംശം, ദൈവത്തോടെ ഇടപെടുന്ന ആ അംശം നിർജീവമാവുകയും അവൻ്റെ ശരീരം മരണത്തിന് അല്ലെങ്കിൽ ദ്രവത്വത്തിന് കീഴ്പ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ദൈവം ഈ ദ്രവത്വത്തിന് കീഴ്പ്പെട്ട ശരീരത്തെ ദൈവം മാനിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവം അതിന് വിലമതിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വിശ്വാസികൾ ഈ മനുഷ്യന്റെ ശരീരത്തെ വിലമതിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം വിശ്വാസികളുടെ ശരീരത്തെ വിലമതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും മനുഷ്യന്റെ പാപക്കറ നീക്കി അവനെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ നിർജീവമായി കിടന്ന ആത്മാവിനെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ളതാണ്, അല്ലെങ്കിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിച്ചു എന്നുള്ളതാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ദൈവം ജീവിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു വന്നതോടുകൂടി ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള നമ്മുടെ ദൈവാംശം നഷ്ടപ്പെട്ടു പോയ ആ ജീവൻ, ആ ആത്മാവിൻ്റെ ആ മരണാവസ്ഥയിൽ, മൃതാവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് ദൈവം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാവ് ജീവാവസ്ഥയിലേക്ക് വന്നെങ്കിലും ശരീരത്തിൻ്റെ മരണാവസ്ഥയ്ക്കും ദ്രവത്വത്തിൻ്റെ അവസ്ഥയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ മർത്യതയ്ക്കും മാറ്റം വന്നില്ല. ശരീരം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ആത്മാവിൽ മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിന് ദൈവം വിലമതിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെന്റ് പോള് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശരീരം കർത്താവിനുള്ളത്. അപ്പം മനുഷ്യന്റെ ശരീരം കർത്താവിന് അവകാശപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ദ്രവത്വമുള്ളതാണ്, അതിന് മരണമുള്ളതാണ്, എന്നാൽ ആ ശരീരം കർത്താവിൻ്റേതാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അത് കർത്താവിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്:
നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം എന്നാണ്. അത് റോമാലേഖനത്തിൽ 2 വിധത്തിൽ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിക്കണമെന്നും ശരീരം പൂർണ്ണമായി സമർപ്പിക്കണമെന്നും. അങ്ങനെ 2 വിധത്തിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ശരീരം ദൈവത്തിൻ്റെതാണെന്നും ആ ശരീരം ദൈവത്തിന് തന്നെ സമർപ്പിക്കണമെന്നുമാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രബോധനം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലീഹ തന്നെ പറയുന്ന അതിന് ഉത്തരം പറയുന്നത് ഇതാണ്: ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആ മനുഷ്യാത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ മരിച്ച അവസ്ഥയിലായിരുന്ന മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് ആ മർത്യമായ ശരീരത്തിലേക്ക് ദൈവം പകർന്നു എന്നുള്ളതാണ്. അത് കൊരിന്ത്യലേഖനം, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഭക്തനായി വിശ്വാസിയായി രക്ഷിക്കപ്പെട്ടവനായി മാറിയ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവനെ വീണ്ടും ജീവിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കൊരിന്ത്യലേഖനത്തിൽ സെന്റ് പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അപ്പോൾ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കുവാൻ വേണ്ടിയിട്ടല്ല, നിത്യമായിട്ട് ദൈവത്തോടൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പാപം ചെയ്തപ്പോൾ അവൻ മർത്യനായി മാറി, മരണത്തിന് കീഴ്പ്പെട്ടു, അവൻ്റെ ശരീരം ദ്രവത്വമുള്ളതായി തീർന്നു. ആ കാരണം കൊണ്ട് ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ആ തേജസ് ഉണ്ടായിരുന്ന ശരീരം തേജസ് നഷ്ടപ്പെടുത്തി മരണമില്ലാത്ത ശരീരം, മരണത്തിനധീനമായി നശിക്കാത്ത ശരീരം ദ്രവത്വത്തിനധീനമായി തീർന്നതുകൊണ്ട് ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. മറിച്ച് ദൈവം ആദ്യം സൃഷ്ടിച്ച ആ മനുഷ്യൻ്റെ ആ അവസ്ഥയിലേക്ക് ഈ ദ്രവത്വമുള്ളതും മർത്യമായതും അല്ലെങ്കിൽ മരണത്തിന് അധീനവുമായ ഈ ശരീരത്തെ പുനഃസ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടും ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതി പ്രകാരമാണ് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ മർത്യമായ ഈ ദ്രവത്വമുള്ള ഈ ശരീരത്തിനുള്ളിലേക്ക് പകർന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിന് വാസം ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ മനുഷ്യൻ്റെ ശരീരത്തെ ആത്മാവിൻ്റെ വാസസ്ഥലമായി ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ ശരീരത്തിന് പ്രാധാന്യം നൽകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയാം: വിശ്വാസികളെക്കാൾ ദൈവം മനുഷ്യൻ്റെ ശരീരത്തിന് പ്രാധാന്യം നൽകുന്നത് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമായിട്ടാണ് മനുഷ്യൻ്റെ ശരീരത്തെ ദൈവം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നമ്മൾ ശരീരത്തെ സമർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വസിച്ച് നാം ജീവിക്കവേ ഈ ദ്രവിച്ചു പോകുന്ന അല്ലെങ്കിൽ മരണത്തിന് അധീനമായ ഈ ശരീരം ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാലും ആ മരിച്ച ശരീരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ പുനരുത്ഥാനം ചെയ്യും. അതായത് ഉയർത്തെഴുന്നേൽക്കും. അതിന് 2 കാര്യങ്ങൾ ദൃഷ്ടാന്തമാണ്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും, 2 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലനുസരിച്ചും യേശുക്രിസ്തുവിൻ്റെ ദൃഷ്ടാന്തമായ പുനരുത്ഥാനത്തിൻ്റെ ദൃഷ്ടാന്ത മുഖാന്തരവും നമുക്ക് മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ പുനരുത്ഥാന ശേഷം
നമുക്കൊരു ശരീരം ഉണ്ടായിരിക്കും എന്നാണ് യേശുക്രിസ്തുവും അപ്പോസ്തലനായ പൗലോസും നമ്മെ പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലാസറിൻ്റെയും ധനവാന്റെയും സംഭവത്തിലും യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ്റെ മരണശേഷം പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവനൊരു ശരീരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭൗമികമായ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയമായ ശരീരങ്ങളുമുണ്ട്. അല്ലെങ്കിൽ ഭൗമികമായ ശരീരങ്ങളുമുണ്ട്, ആത്മീയമായ ശരീരങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗീയമായ ശരീരങ്ങൾ പുനരുത്ഥാന ശേഷം നമുക്ക് ലഭിക്കും. അതിനെക്കുറിച്ച് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അറിയുന്നു. ആ യേശുക്രിസ്തു വന്നതിന് ശേഷം നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ആദ്യം ദൈവം സൃഷ്ടിച്ച മനുഷ്യനുണ്ടായിരുന്ന തേജസ്സുള്ള അമർത്യമായ ആ നിത്യകാലം വസിക്കാവുന്ന ആ ശരീരത്തിലേക്ക് തന്നെ നമ്മുടെ ഈ മരണകരമായ മരണത്തിനടിമയായ ദ്രവത്വമുള്ള ഈ തേജസ് നഷ്ടപ്പെട്ട ഈ ശരീരത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ പുനർക്രമീകരണം ചെയ്യും. അതാണ് പുനരുത്ഥാനം ചെയ്യുക എന്ന് പറയുന്നത്. അത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് തുല്യമായ ശരീരമായിരിക്കും എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ പദ്ധതി, ദൈവത്തിൻ്റെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ആദ്യ നടപടിയാണ് ഈ ദ്രവത്വമുള്ള ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ മരണത്തിന് അധീനമായ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ദൈവം നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകം മനുഷ്യൻ്റെ ശരീരത്തിന് നൽകുന്ന പ്രാധാന്യത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ വിശുദ്ധനായിരിക്കണം. ദൈവം ഏറ്റെടുത്ത ഈ ശരീരം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചതാണ്. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരവും വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവ് ആവസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന നമ്മുടെ ഈ ശരീരം വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ പ്രബോധനം. അതിൻ്റെ കാരണം, വിശുദ്ധിയിൽ അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയും ആ പരിശുദ്ധാത്മാവിന് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ വണ്ണം ഞെരുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ദുർനടപ്പിനല്ല, അത് കർത്താവിൻ്റേതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളായ ഭക്തന്മാരായ സഹോദര സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മാവ് വിലയേറിയതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ വിലയേറിയ ജീവനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നത് പോലെ തന്നെ ഈ വേദപുസ്തകം തരുന്ന പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ ശരീരവും. ശരീരം വിട്ട് ഒരാത്മാവ് ദൈവസന്നിധിയിൽ എന്നേക്കും ജീവിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മരണശേഷം മനുഷ്യന് പുനരുത്ഥാനം ഉണ്ടാവുകയും ആ പുനരുത്ഥാന ശരീരം കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയും നാം യേശുക്രിസ്തുവിനെ പോലെ ആകുകയും ചെയ്യും എന്നുള്ളതാണ് വേദപുസ്തകം നൽകുന്ന പ്രബോധനം. അതുകൊണ്ടാണ് വേദപുസ്തകം ആത്മാവിന് പ്രാധാന്യം നൽകുന്നത് പോലെ ദൈവം മനുഷ്യന്റെ ശരീരത്തിനും പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം എന്നുള്ള ആ കാര്യം നമ്മൾ
ദൈവത്തോളം വിലമതിക്കേണ്ടതാണ്. ദൈവം നമ്മുടെ ശരീരത്തിന് എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അത്രത്തോളം പ്രാധാന്യം നാം നമ്മുടെ ശരീരത്തിന് കൽപ്പിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ വസ്ത്രം കൊണ്ട് മോടി പിടിപ്പിക്കുകയോ നല്ല ഭക്ഷണം കഴിച്ച് കൊഴുപ്പിക്കുകയോ നല്ല അലങ്കാരമായിട്ട് ശരീരത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് സൗന്ദര്യം പിടിപ്പിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമായിട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമാകുവാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദിവസത്തിലേക്ക് നാം നമ്മുടെ ശരീരത്തിൽ ആത്മാവിൻ്റെ വാസസ്ഥലമായി ദൈവത്തിന് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ നാം ശരീരത്തെ ഉപയോഗിക്കണം എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശരീരം കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ശരീരം കർത്താവ് വിലയ്ക്ക് വാങ്ങിയതും നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് വസിക്കുന്നതും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വമായ രീതിയിൽ നമ്മുടെ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് വേദപുസ്തകം നൽകുന്ന പ്രബോധനം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ശരീരത്തിന് വേദപുസ്തകം നൽകുന്ന പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. ആ വരുമ്പോൾ താൻ ഇരിക്കുന്നത് പോലെ നാം രൂപാന്തരപ്പെട്ടു വരുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദൈവം വിലമതിക്കുന്നത് പോലെ നാം വിലമതിച്ചുകൊണ്ട് അത് ദൈവത്തിൻ്റെ ശരീരം കർത്താവിൻ്റെയാണ്, അത് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നാം വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.